പ്രൈസ് ദ ലോർഡ്. എല്ലാ വിശ്വാസി സമൂഹങ്ങൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വിഷയത്തിലും ചിന്തിക്കാൻ പോകുന്നത് ഒന്ന് കൊരിന്ത്യർ 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാകുന്നു, മനുഷ്യരാൽ നിങ്ങൾ മനുഷ്യരുടെ അടിമകളല്ല. അത് ആകല്ല. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവനാകുന്നു, നിങ്ങൾ മനുഷ്യൻ്റെ അടിമ ആകല്ല. ഇതാണ് നമ്മളെ അതിൽ ആഹ്വാനം ചെയ്യുന്നത്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പൗലോസ് കൊരിന്ത്യർക്ക് കലീശയിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അവരെ ബോധവൽക്കരണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണുന്നത്. നമ്മൾ യേശുവിൽ നമ്മൾ ഇപ്പം ജീവിക്കുന്നവർ, വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തിന് നമ്മൾ ഓണർഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന യേശുവിൽ നമ്മളുടെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ വിടിപ്പിച്ചിരിക്കുന്ന യേശുവിനെ നമ്മൾ ഒരു ഓണറായിട്ട് നമ്മൾ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ഇന്ന് വിശ്വാസത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഈ വിഷയത്തിൽ നമ്മുടെ യേശു അദ്ദേഹത്തിൻ്റെ വിലപിടിച്ച രക്തം നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടിയിപ്പിക്കാനായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് നമുക്ക് തന്നതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ഓണറിനെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ മനുഷ്യരുടെ പേടിയിലും മനുഷ്യരുടെ തെറ്റായ വഴി കൂടെ ഒരിക്കലും നമ്മൾ അദ്ദേഹത്തിനെ നമ്മുടെ ഓണറായിട്ട് മനസ്സിലാക്കല്ല. നമ്മളെ വാങ്ങിയിരിക്കുന്ന ഓണർ എന്ന് പറയുന്നത്, നമ്മളെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മളെ യേശു ക്രിസ്തുവാണ്. അദ്ദേഹത്തിനെ മാത്രമേ നമ്മൾ ഓണറായിട്ട് നമ്മൾ വിശ്വസിക്കാവൂ. അപ്പോൾ നമുക്ക് നിന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളെ എല്ലാവിധ പാപത്തിൽ നിന്നും വിടിയിപ്പിക്കാൻ വേണ്ടി നമുക്ക് വിലയേറിയ രക്തം നമുക്ക് തന്ന് നമ്മളെ അതിൽ നിന്ന് വിടിയിപ്പിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തിനെ നമ്മൾ കിട്ടിയിരിക്കുന്നത് വെറും ഫ്രീ ആയിട്ടും അതോടൊപ്പം തന്നെ വളരെ വിലയേറിയ ത്യാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ഓരോ ഓണറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള ത്യാഗം ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നമുക്ക് തരത്തില്ല. മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ലോകരെന്ത് പറയും, അവരുടെ എന്തേലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവർ പറയുന്ന ആ തെറ്റായ വഴി കൂടെയും പാപത്തിൽ കൂടെയും അവരുടെ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും വീണ്ടും നമ്മൾ ആ പാപത്തിലേക്ക് നമ്മൾ പോകും. അങ്ങനത്തെ ഒരു പാപത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ദാസനായി മാറിക്കൊണ്ട് വിലയേറിയ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ആ യേശു ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരായിത്തീർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും നമുക്ക് യേശുവിൻ്റെ വചനത്തിൻ്റെ ആജ്ഞ അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. അദ്ദേഹം തന്ന ആ മാർഗദർശനം അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരായിത്തീർന്നിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫ്രീഡത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരായിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെയധികം സാമ്പത്തിക ഇതിൽ നമ്മൾ അടിമപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ, വല്ലവരിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്ന അവസ്ഥയിൽ നല്ലൊരു മനുഷ്യൻ വന്ന് നമ്മളെ അതിൽ പണം വന്ന് നമ്മളെ അതിൽ നിന്ന് വിടിയിപ്പിക്കുന്ന ഒരവസ്ഥയിൽ വിട്ട് കഴിയുമ്പോൾ, നമ്മളത് ആ കടങ്ങളിൽ നിന്ന് മുക്തനായി തീർന്നു കഴിയുമ്പോൾ, നമ്മൾ വീണ്ടും ആ ലൗകിക മനുഷ്യൻ, അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന ആ മനുഷ്യനെ എന്തു പറയും, അദ്ദേഹത്തിൻ്റെ പേടിയിലും അദ്ദേഹത്തിൻ്റെ അടിമത്തത്തിലും വീണ്ടും നമ്മൾ പോയി ചേരുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ആ ഒരു നല്ല മനുഷ്യൻ നമ്മളെ പണം തന്ന് നമ്മളെ സഹായിച്ച വ്യക്തിക്ക് അർത്ഥമില്ലാതെ പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു അടിമത്തത്തിൽ നിന്ന് നമ്മൾ മാറി നിന്ന് ലോകരെന്ത് പറയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ലോകരിൽ നിന്ന് നമുക്ക് പാവമേ കിട്ടത്തുള്ളൂ. അതേസമയം യേശു ക്രിസ്തുവിൽ നമ്മളെ ഈ വിലയേറിയ രക്തം നമുക്ക് തന്ന് നമ്മളെ ക്രൂശിൽ കയറി നമ്മുടെ ചാട്ടവാറം കൊണ്ട് അടികൊണ്ട്
നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളെ ആ പാപത്തിൽ നിന്ന് വിടിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ബലിയാടായ ഒരു യേശുക്രിസ്തു, ആ വ്യക്തിയെ നമ്മൾ ഓർഡറിനെ നമ്മൾ മാനിക്കുക, അദ്ദേഹത്തിൻ്റെ വചനങ്ങളായ ഓർഡറിനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരായി തീർന്നിരിക്കുകയാണ്. ഇതാണ് നമുക്കുള്ള വൈസ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി നമുക്ക് പ്രയോഗിക്കേണ്ടത് അവിടാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ പാപത്തിൻ്റെ യേശുക്രിസ്തു നമ്മളെ പാപത്തിൽ നിന്ന് അടിമയാകാൻ, നമ്മളെ ഫ്രീ ആയിട്ട് നമ്മളെ ജീവിക്കാനായിട്ട്, പാപത്തിൽ നിന്ന് മുക്തനായി നമ്മളെ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിച്ച ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാതെ നമ്മൾ അദ്ദേഹത്തിനെ അനുകരിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കിന്ന് ഈ വചനത്തിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാപത്തിലേക്ക് വീണ്ടും നമ്മൾ പാപത്തിലേക്ക് പോകണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ അവരുമായിട്ട് കൂടിച്ചേരാൻ പാടില്ല. നമുക്ക് പഴയ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പഴയ ബന്ധങ്ങളിൽ നമുക്ക് ഏതെങ്കിലും പ്രഷറിൽ നമ്മൾ വീണ്ടും നിയന്ത്രിക്കപ്പെടണോ? അത് ഒരിക്കലും ആകാൻ പാടില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിൽ കൂടി നിയന്ത്രിക്കപ്പെടണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതല്ലയോ നമുക്ക് ആവശ്യം? അല്ലാതെ മറ്റു ലൗകികമായ ജീവിതത്തിൽ മനുഷ്യർ നമ്മളെ നിയന്ത്രിക്കുന്ന ആ രീതിയിൽ കൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് എൻ്റെ ഈ വചനത്തിൽ കൂടെ നമുക്ക് പഠിക്കാനുള്ള, യേശുക്രിസ്തു മാത്രമേ എനിക്ക് എൻ്റെ ദൈവമാകുന്നുള്ളൂ. അദ്ദേഹം തന്നെ മേടിച്ചിരിക്കുന്നതാണ്. ലോകരുടെ പേടിയിൽ ഞാൻ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും യഹോവയുടെ സ്നേഹവും അതിൻ്റെ സത്യത്തിനിൽ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വചനം നമുക്കെല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ, അനുഗ്രഹപ്രദമായി തീരട്ടെ. നമ്മുടെ കുടുംബത്തിനെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ആമീൻ.